അങ്ങനെ വേദയും വിക്രമും ഇഷിതയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദീപ്തി ജ്യൂസുമായിട്ട് വരുന്നത്. അപ്പോൾ വാതിൽ വന്ന് മുട്ടുന്ന സമയത്ത് വേദ ആകെ ടെൻഷൻ അടിച്ച് നിന്ന് വാതിൽ തുറക്കുമ്പോൾ ദീപ്തിയാണ്. ദീപ്തി ജ്യൂസും കൊണ്ട് അകത്തേക്ക് കയറാൻ പോകുമ്പോൾ വേദ പറയുന്നുണ്ട് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് വാങ്ങിക്കുകയാണ്. അപ്പോൾ അകത്തേക്ക് കയറാനായിട്ട് ദീപ്തിനെ സമ്മതിച്ചില്ല. കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ ജ്യൂസ് വാങ്ങിച്ചിട്ട് വാതിലടച്ച് കുറ്റിയിടാണ് ചെയ്യുന്നത്. അങ്ങനെ ദീപ്തി താഴെ വന്നിട്ട് അമ്മനോടും അതുപോലെ വർഷനോടും പറയാണ് രണ്ടുപേര് കാര്യമായിട്ടുള്ള എന്തോ ഡിസ്കഷനിലാണ്, എന്നെ അകത്തേക്ക് കയറാൻ പോലും സമ്മതിച്ചില്ല എന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുമ്പോൾ വർഷയ്ക്ക് ചെറിയൊരു സംശയം, അതെന്താ കയറാൻ സമ്മതിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ വേണമെങ്കിൽ പോയി ചോദിച്ചോ എന്ന് ദീപ്തി വർഷനോട് പറയാണ് കേട്ടോ. അപ്പം തന്നെ വർഷയ്ക്ക് ചെറിയൊരു സംശയമൊക്കെ തോന്നുകയാണ്, എന്താണ് അങ്ങനെ കയറ്റാതിരിക്കുന്നതെന്ന്. അങ്ങനെ നേരെ വർഷ നമ്മുടെ വേദന മുറിയിലേക്ക് വരികയാണ്. വേദന മുറിയിലാണെന്നുണ്ടെങ്കിൽ ഇഷിതയും അതുപോലെ വിക്രമും കൂടിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് വർഷ വന്ന് വാതിൽ മുട്ടുന്നത്. വർഷ വന്നിട്ട് ഇങ്ങനെ ചോദിക്കും, അങ്ങനെ സാധാരണ രീതിയിൽ ഇങ്ങനെ സംസാരിച്ച് തുടങ്ങാം കേട്ടോ. അപ്പോൾ വാതിൽ അടച്ചിടുമ്പോൾ എന്താണ് വാതിൽ അടച്ചിരുന്നത് എന്ന് പറഞ്ഞിട്ട് വാതിൽ തുറന്ന് നേരെ കയറാണ് അകത്തേക്ക്. അപ്പോഴേക്കും വിക്രം അവിടെ നിന്ന് മാറിയിട്ടുണ്ടാവും. അപ്പോൾ വർഷ ഇങ്ങനെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇവിടെ എന്താ മരുന്നിൻ്റെ ഒക്കെ മണമുണ്ടല്ലോ, എന്താ അത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവിടെ ഒക്കെ നോക്കുന്നുണ്ട്. എന്നാലും പിടികിട്ടിയൊന്നുമില്ല. വർഷ താഴത്തേക്ക് പോയ സമയത്ത് വീണ്ടും വിക്രം പുറത്തേക്ക് വരുന്നുണ്ട്. അതിനുശേഷം പിന്നീട് വേദ ഭക്ഷണമൊക്കെ വിക്രമിനെ മുറിയിലേക്ക് തന്നെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ വലത്തെ കൈ മുറിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ വേദ വാരി കൊടുക്കുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് പ്രമോ കാണിച്ചിട്ടുള്ള വീഡിയോ. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.